റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ല് ഇളകുന്നുവോ എന്ന ചോദ്യം ഇന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ സജീവമായ ചർച്ചയായി മാറിക്കഴിഞ്ഞു. യുക്രൈൻ അധിനിവേശത്തിന്റെ 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മോസ്കോയിലെ ക്രെംലിൻ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. യുദ്ധം നൽകിയ താൽക്കാലിക സാമ്പത്തിക ഉണർവ് അവസാനിച്ചുവെന്നും വരാനിരിക്കുന്ന മാസങ്ങളിൽ റഷ്യ ഒരു വൻ സാമ്പത്തിക തകർച്ചയെ നേരിടേണ്ടി വരുമെന്നും പുടിന്റെ വിശ്വസ്തരായ സാമ്പത്തിക ഉപദേശകർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പ്രതിസന്ധി വെറുമൊരു സാമ്പത്തിക മാന്ദ്യമല്ല, മറിച്ച് റഷ്യയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു കൊടുങ്കാറ്റാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം ഒരു വ്യവസായമായി മാറിയ കഴിഞ്ഞ 2 വർഷങ്ങളിൽ റഷ്യൻ GDP-യിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. സൈനിക ആവശ്യങ്ങൾക്കായി ഫാക്ടറികൾ രാപ്പകൽ പണിയെടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്തതോടെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയർന്നതായി ലോകത്തിന് മുന്നിൽ റഷ്യ പ്രദർശിപ്പിച്ചു. എന്നാൽ ഈ കുതിപ്പ് വെറുമൊരു മിഥ്യയായിരുന്നുവെന്ന് 2025-ലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സാമ്പത്തിക വളർച്ച കേവലം 1% താഴ്ന്നതും സിവിൽ വ്യവസായങ്ങൾ അഥവാ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉൽപ്പാദന മേഖലകൾ തകർച്ച നേരിടുന്നതും ആപൽ സൂചനകളാണ്. കടബാധ്യതകൾ കുമിഞ്ഞുകൂടുകയും സാധാരണക്കാരുടെ ജീവിത നിലവാരം താഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് റഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. റഷ്യയുടെ സെൻട്രൽ ബാങ്ക് പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം 10 ട്രില്യൺ റൂബിളിലധികം വായ്പകൾ ഇപ്പോൾ തിരിച്ചടവ് മുടങ്ങിയ അവസ്ഥയിലാണ്. ഇത് ബാങ്കിംഗ് മേഖലയിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു. ഏകദേശം $130 ബില്യൺ തുല്യമായ ഈ തുക നിഷ്ക്രിയ ആസ്തിയായി മാറിയത് ബാങ്കുകളുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കും. സാധാരണയായി ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബാങ്കുകൾക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടാകാറുണ്ട്. റഷ്യയുടെ കാര്യത്തിൽ ഇത് കൂടുതൽ രൂക്ഷമാണ്. കാരണം വിദേശ നിക്ഷേപങ്ങളും അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളും ഉപരോധങ്ങൾ മൂലം നിലച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര ബാങ്കുകൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും. ക്രെംലിനിലെ സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കാണുന്നത് ബജറ്റിലെ വൻതോതിലുള്ള കുറവാണ്. ഏകദേശം 1.2 ട്രില്യൺ റൂബിൾ അധികമായി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും. ഇതിനായി നികുതികൾ വർദ്ധിപ്പിക്കുകയല്ലാതെ പുടിന് മുന്നിൽ വേറെ വഴികളില്ല. എന്നാൽ നികുതി വർധനവ് ജനരോക്ഷത്തിന് കാരണമാകുന്നത് പുടിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. യുക്രൈനിലെ യുദ്ധത്തിനായി പണം കണ്ടെത്തുന്നതിനായി കോർപ്പറേറ്റ് മേഖലയിലെ വായ്പകൾ നിർബന്ധിതമായി വഴിതിരിച്ചു വിടുന്നത് വ്യവസായ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. പലിശ നിരക്ക് 16% എത്തിയതോടെ ചെറുകിട കച്ചവടക്കാർക്കും സംരംഭകർക്കും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പം 6% റഷ്യ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം ഇതിലും ഭീകരമാണെന്നാണ് മോസ്കോയിലെ വ്യാപാരികൾ പറയുന്നത്. വിപണിയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. സാധാരണക്കാരുടെ വാങ്ങൽ ശേഷി കുറയുന്നതും വിപണിയിൽ ചരക്കുകളുടെ ലഭ്യത ഇല്ലാതാകുന്നതും വലിയൊരു സാമൂഹിക അസംതൃപ്തിക്ക് കാരണമാകും. 2026-ന്റെ 2-ാം പാദത്തോടെ ഈ പ്രതിസന്ധി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പുറത്തു വരുമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ റഷ്യൻ ജനത കടുത്ത ദാരിദ്ര്യത്തിലേക്കോ സാമ്പത്തിക ഞെരുക്കത്തിലേക്കോ തള്ളപ്പെടുമെന്ന ഭീതിയിലാണ് വിദഗ്ധർ. റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം കുത്തനെ കുറഞ്ഞതാണ് ഈ തകർച്ചയ്ക്ക് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതും റഷ്യൻ എണ്ണയ്ക്ക് ഏർപ്പെടുത്തിയ വില നിയന്ത്രണങ്ങളും മോസ്കോയെ സാമ്പത്തികമായി ഞെരുക്കുന്നു. ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യ രൂപീകരിച്ച നിഴൽ കപ്പൽപ്പടയെ തടയാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ റഷ്യയുടെ കയറ്റുമതി വരുമാനത്തെ സാരമായി തന്നെ ബാധിച്ചു. എണ്ണ വിൽക്കാൻ കഴിയാതെ വരുന്നത് റഷ്യയുടെ വിദേശ നാണ്യ ശേഖരത്തെ ബാധിക്കുകയും ഇത് റൂബിളിന്റെ മൂല്യമിടിയാൻ കാരണമാവുകയും ചെയ്യുന്നു. കേവലം ഒരു സാമ്പത്തിക പ്രശ്നം എന്നതിനേക്കാൾ ഇത് പുടിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ കപ്പലുകൾ തടയപ്പെടുന്നത് റഷ്യയുടെ നയതന്ത്ര പരാജയമായി കണക്കാക്കപ്പെടുന്നു. റഷ്യ നേരിടുന്ന ഈ പ്രതിസന്ധിയെ ചരിത്രപരമായ പല സാങ്കേതിക തകർച്ചകളോടും താരതമ്യം ചെയ്യാം. 1990-കളിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നാലെ റഷ്യ നേരിട്ട കടുത്ത സാമ്പത്തിക മാന്ദ്യം ഇന്നും പലരുടെയും ഓർമ്മയിലുണ്ട്. അന്ന് രാജ്യം പാപ്പരത്തത്തിന്റെ വക്കിലെത്തിയപ്പോൾ ഉണ്ടായ അരാജകത്വത്തിന് സമാനമായ ഒരു സാഹചര്യം വീണ്ടും സംജാതമാകുമോ എന്നതാണ് വലിയ ചോദ്യം. യുദ്ധത്തിനായി മാറ്റിവെക്കുന്ന വമ്പൻ തുകകൾ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുമ്പോൾ അത് ആഭ്യന്തര കലാപങ്ങളിലേക്ക് നയിച്ചേക്കാം. സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ പുടിൻ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും റഷ്യയുടെ ഭാവി. ഈ ഘട്ടത്തിൽ പുടിന് മുന്നിലുള്ള വഴികൾ പരിമിതമാണ്. ഒന്നുകിൽ യുദ്ധം അവസാനിപ്പിച്ച് ലോകരാജ്യങ്ങളുമായി സാമ്പത്തിക സഹകരണത്തിന് ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നികുതികളും സാമ്പത്തിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് യുദ്ധം തുടരുക. ഇതിൽ 2ാമത്തെ വഴിയാണ് പുടിൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് രാജ്യത്തെ വലിയൊരു ആഭ്യന്തര വിപ്ലവത്തിലേക്കായിരിക്കും നയിക്കുക.
റഷ്യൻ സാമ്പത്തിക സമിതിയിലെ അംഗങ്ങൾ തന്നെ പുടിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ സൈനിക വിജയങ്ങളെ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കാൾ വിലമതിക്കുന്ന ഒരു ഭരണകൂടത്തിന് ഈ മുന്നറിയിപ്പുകൾ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നത് സംശയകരമാണ്. റഷ്യയുടെ തകർച്ച ആഗോള വിപണിയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എണ്ണ, ഗ്യാസ് വിതരണത്തിൽ റഷ്യയ്ക്ക് വലിയ പങ്കുള്ളതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇന്ധന വിലയെയും ഇത് ബാധിച്ചേക്കാം. എന്നിരുന്നാലും ഒരു വികസിത രാജ്യം തങ്ങളുടെ സാമ്പത്തിക ശേഷിയെ യുദ്ധത്തിനായി മാത്രം വിനിയോഗിക്കുമ്പോൾ അത് ആത്യന്തികമായി ആ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തിക്കൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി റഷ്യ മാറുകയാണ്. വരും മാസങ്ങളിൽ റഷ്യൻ സാമ്പത്തിക രംഗത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പുടിൻ എന്ത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.